അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇന്ന് ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 11 മുതൽ. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സുമോത്രയ്ക്കും പിന്നെ പിറ്റേന്നാൾ നവപുലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കെദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതുമാവും. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തുപോയി. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയത്തീര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തതയെന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീനെന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. പ്രാർത്ഥിക്കും. കർത്താവേ, തിരുവചനത്തിനായി സ്തോത്രം. വചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് തുറക്കണമേ. ഞങ്ങളുടെ അച്ഛന്മാരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ചവർ, ഒരുപാട് ഓടിയവർ, അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വലിയ ചൈതന്യം അവർക്ക് കോട്ടയാകണമേ. ഇത് കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. വചനത്തിൻ്റെ വാതിൽ തുറക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. നമ്മൾ വായിച്ചതായ വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ലുദിയായുമായി കണ്ടുമുട്ടുന്നതായ കണ്ടുമുട്ടലിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ ആദിമ സഭയുടെ വളർച്ചയും രീതികളും സഭയുടെ പ്രവർത്തന ശൈലികളുമൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ കണ്ടുമുട്ടുന്നതായ ഒരു വ്യക്തിയാണ് ലുദിയ. പൗലോസ് അപ്പോസ്തലൻ തന്നെ മിഷണറി വേലയിൽ ചെല്ലുന്ന സ്ഥലത്ത് ആദ്യം അന്വേഷിക്കുന്നത് പള്ളിയാണ്, സിനഗോഗ്. ഇവിടെ പള്ളി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പുഴവക്കത്ത് ആൾക്കൂട്ടത്തിൽ കൂടിയിരുന്ന ആളുകളുടെ നടുവിൽ ദൈവവചനം ശുശ്രൂഷിക്കാനായി തിരഞ്ഞെടുത്തത്. അപ്പം പള്ളിയിൽ അന്വേഷിച്ച് അവിടെ പോയി പ്രസംഗിക്കും, ഉപദേശിക്കും. ചന്തസ്ഥലത്ത് പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചതായി നമ്മൾ വായിക്കുന്നു. കണ്ടവരോടൊക്കെ ദൈവവചനം പങ്കുവച്ചതായി നാം കാണും. അതുമാത്രമാണോ, കാരാഗ്രഹത്തിൽ കൂടെ തടവിൽ കിടന്ന ആളുകളോട്, പട്ടാളക്കാരോട് ഒക്കെ ദൈവവചനം പറഞ്ഞതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് വചനം പങ്കുവയ്ക്കുകയാണ്. ആ സ്ത്രീയുടെ ജീവിതത്തിൽ വന്ന മാനസാന്തരവും സുവിശേഷം വരുത്തിയതായ ചില വ്യത്യാസങ്ങളും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലും ജീവിത ദർശനത്തിലും രൂപപ്പെട്ടതായ രൂപാന്തരങ്ങളെക്കുറിച്ചൊക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും. അവൾ തൂത്തൈര പട്ടണക്കാരിയാണ്. തൊഴിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് തൊഴിൽ? രക്താംബരം വിൽക്കുന്നതായ ജോലിയാണ്. എന്താണ് രക്താംബരം? സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ വായിൽ നിന്ന്
ലഭിക്കുന്നതായ ഒരു ദ്രാവകം എടുത്ത് പാകപ്പെടുത്തി രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു ലായനിയുണ്ട്. ആ ലായനിയിൽ താൻ വിൽക്കുന്നതായ വിലയേറിയ വസ്ത്രം മുക്കി ക്രമപ്പെടുത്തി വിൽക്കുന്ന രീതി, അതാണ് തൻ്റെ ബിസിനസ്. അതാണ് രക്താംബരം എന്ന് പറയുന്നതായ തൊഴിൽ. അപ്പോൾ ഒരു വ്യാപാര സംഘത്തിൻ്റെ ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്നതായ ഒരു വ്യക്തിയാണ്. ഈ വസ്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വില കൂടിയ വസ്ത്രമാണ്. ഇത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും ധനാഢ്യന്മാരും മാത്രം ഉപയോഗിക്കുന്നതായ ഒരു വസ്ത്രമാണ്. താനിത് ഈ ബിസിനസ് ഇട്ടിരിക്കുന്നത് ഫിലിപ്പിയ പട്ടണത്തിലാണ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് റോമൻ ഭരണാധികാരികളുടെ കീഴിലുള്ളതായ ഒരു പട്ടണമാണ്. അവിടാണ് തൻ്റെ വ്യാപാര കേന്ദ്രം. അപ്പോൾ തൻ്റെ ബന്ധങ്ങൾ, തൻ്റെ ഇടപാടുകൾ, തൻ്റെ സംസാരങ്ങൾ ഒക്കെ വളരെ വലിയ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലവാരത്തിൽ ആ പട്ടണത്തിൽ വന്ന് സ്വാധീനം ചെലുത്തി ഈ ബിസിനസ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് അത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ലാഭത്തിൽ ചെയ്യേണ്ടതാണ്, നഷ്ടത്തിലല്ലല്ലോ ഒരു ബിസിനസ് ഉണ്ടാകേണ്ടത്. ലാഭം ഉണ്ടാക്കണമെങ്കിൽ അത്രമാത്രം കഠിനാധ്വാനം ചെയ്തേ സാധ്യമാകും. ഇതാണ് ആരാണ് വാങ്ങേണ്ടത്? വാങ്ങുന്നവരൊക്കെ ഉന്നതരായ ആളുകളാണ്. അപ്പോൾ അവരെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള വിപുലമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്ന ശ്രമങ്ങളിലാണ് ഈ സ്ത്രീ. അപ്പോൾ അവൾ ഒരു ബിസിനസ്സുകാരിയാണ്. വേറൊന്ന് 14-ാമത്തെ വാക്യം, ദൈവഭക്തിയായ ഒരു സ്ത്രീയാണെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഭക്തിയുള്ള ഒരു സ്ത്രീയാണ്. ഭക്തി എന്ന് പറയുമ്പോൾ പല സങ്കല്പങ്ങളും പല നിർവചനങ്ങളും ഈ കാലത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ എഴുതിയ ആ കാലത്തെ നിർവചനം ഇന്നുള്ളതുപോലല്ല, അതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ്. അതായത് ഈ ഭക്തിയാണെന്നുള്ള പ്രയോഗത്തിനുള്ള അർത്ഥം യഹൂദ മതത്തിലെ സത്യങ്ങളെ അംഗീകരിക്കുകയും ഏക ദൈവമായ യഹോവയെ ആരാധിക്കുകയും സിനഗോഗുള്ള സ്ഥലങ്ങളിൽ അവിടെ പോയി ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ ഉത്സാഹം കാണിക്കുകയും ചെയ്യുന്നതായ ആളുകൾ ആ കാലത്തുണ്ടായിരുന്നു. അവർ യഹൂദരല്ല, യഹൂദരായിട്ടുമില്ല. അങ്ങനെയുള്ളവരെ അംഗീകരിക്കുന്ന ആളുകളല്ലായിരുന്നു യഹൂദർ. വിജാതിയിൽപ്പെട്ട ഒത്തിരി ആളുകൾ ഇങ്ങനെ ഏക ദൈവമായ യഹോവയെ ആരാധിക്കുകയും ദൈവവുമായി സംസർഗം പുലർത്തുകയും പ്രാർത്ഥിക്കുകയും അവർക്ക് ആരാധിക്കാനുള്ള ഇടമായ സിനഗോഗിൻ്റെ പുറകിൽ പോയി നിന്ന് ദൈവത്തെ ആരാധിച്ച് കടന്നു വരികയും ചെയ്യുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ പരീശ ഭക്തി വളരെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഇടത്തു വരുന്ന ആളുകളോട് സംസാരിക്കാനും അടുത്തു വരുവാനും അവരെ ചേർത്ത് നിർത്തുവാനും അങ്ങനെയുള്ള ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വയമായുള്ള ഉൾക്കാഴ്ചയുടെ വെളിച്ചത്തിൽ ദൈവത്തെ ആരാധിക്കാനുള്ള താല്പര്യത്തിൽ വന്ന ആളുകളാണ് ഭക്തരെന്ന കാലത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു ശൈലിയുണ്ട്. അത് മറ്റാരെ കുറിച്ചുമല്ല, കൊർന്നല്യോസ്. അദ്ദേഹം ഒരു വിജാതീയനായിരുന്നു. അദ്ദേഹം ഒരു പട്ടാള ഓഫീസറായിരുന്നു. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു ഭക്തനാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം താല്പര്യം ദൈവത്തോടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തുള്ള വിജാതിയിൽപ്പെട്ട ആളുകൾ, പുറജാതിയിൽപ്പെട്ട ആളുകളൊക്കെ ദൈവത്തെക്കുറിച്ചുള്ളതായ അറിഞ്ഞ വെളിച്ചത്തിൽ, സത്യദൈവത്തെക്കുറിച്ചുള്ളതായ ബോധ്യത്തിൽ അവരെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഇടങ്ങൾ തേടി വരുമായിരുന്നു. ആലയങ്ങളിൽ അഥവാ സിനഗോഗിൽ അങ്ങനെ വരുമായിരുന്നു.
എന്നാൽ ഫിലിപ്പിയ പട്ടണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ലുദിയ എന്ന് പറയുന്ന ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇടമില്ല. ഇടമില്ലാത്തടത്ത് ഇടം കണ്ടെത്തിയതായ ഭക്തിയായ ഒരു സ്ത്രീയാണ് ലുദിയ. യഹൂദന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് 10 പുരുഷന്മാര് വേണം ഒരു പള്ളി വെക്കണമെങ്കിൽ, സിനഗോഗ് വെക്കണമെങ്കിൽ. ഈ പട്ടണത്തിൽ 10 പുരുഷന്മാരില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഇടത്ത് പ്രാർത്ഥിക്കുന്നതായി സ്ത്രീകൾ പല ഇടങ്ങൾ തിരഞ്ഞെടുത്തത്. ഇത് പുഴവക്കത്താണ്. അപ്പോൾ ഭക്തിയുടെ ആഴം എത്ര വളരെ വലുതാണ്, ഭക്തിയുടെ മേന്മ എത്ര വളരെ വലുതാണ്. അപ്പോൾ ഇന്ന് രാത്രി ഈ കൺവെൻഷന്റെ സമാപന രാത്രി വന്നെത്തിയിരിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, പരപ്രേരണയില്ലാതെ ദൈവിക പ്രേരണയിൽ ദൈവത്തെ ആരാധിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടോ കുറയുന്നുണ്ടോ? ഇങ്ങനെയുള്ള പള്ളികളിൽ ചെന്നിരിക്കട്ടെ, അവരോട് സംസാരിക്കാൻ ആളില്ല, ചേർത്ത് നിർത്താൻ ആളില്ല, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ആളില്ല. അവര് വന്നു, പ്രാർത്ഥിച്ചു, ദൈവത്തോട് ഇടപെട്ടു, അവര് പോയി. അതിൻ്റെ അപ്പുറത്ത് സാമൂഹ്യമായ യാതൊരു ബന്ധങ്ങളുമില്ല. ബന്ധം കൊടുക്കാൻ അങ്ങനെയുള്ള യഹൂദ മതത്തിന് താല്പര്യവുമില്ല. എങ്കിലും ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധത്തിൽ, അറിഞ്ഞ സത്യത്തിൽ ആഴമായുള്ള ഉറപ്പുള്ളതുകൊണ്ട് ആളുകളെ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം കിട്ടിയല്ലോ, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ളതായ ആത്മസംതൃപ്തിയിൽ കടന്നു പോകുന്ന ഭക്തരായിരുന്നു ആദ്യ പങ്കാളികളും ആ കാലത്തുണ്ടായിരുന്നത്. ഇന്ന് ഭക്തരെന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലൊക്കെ എത്രമാത്രം ഭക്തിയുടെ ആഴങ്ങളിൽ നമ്മൾ വളർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. അപ്പോൾ നിരന്തരമായ അന്വേഷണത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അനുഗമനത്തിൻ്റെയും ആകത്തുകയാണ് ലുദിയായുടെ ഭക്തിയിൽ നിഴലിച്ചു നിൽക്കുന്നത്. ആരും വിളിക്കാനില്ല, ആരും വരണമെന്ന് പറയാനില്ല, ആരും ചെന്നുകൊണ്ടുവരാനില്ല. പക്ഷെങ്കിൽ ഇടങ്ങൾ ഉള്ളടം എവിടുണ്ട് അവിടെ പോകുകയാണ്. നമുക്കൊക്കെ ഇടങ്ങൾ വളരെ കുറവായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ആമുഖ സന്ദേശത്തിൽ ഓർപ്പിച്ചല്ലോ, സ്പേസ് ഇല്ലായിരുന്നു. സ്പേസ് ഇല്ലാത്തടത്ത് നമ്മൾ ഇടങ്ങൾ കണ്ടെത്തി ദൈവത്തെ ആരാധിച്ചതാണ്. 100 വർഷം കഴിയുമ്പോൾ ഈ കൺവെൻഷന്റെ പുറകോട്ട് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇടങ്ങൾ വീടുകളിലില്ല, പള്ളികളിൽ ഇടമില്ല, കൺവെൻഷൻ നടത്തുന്ന സ്ഥലത്തുമില്ല. പക്ഷെ ഇടങ്ങളില്ലാത്തടത്ത് മനസ്സിൽ ദൈവത്തിന് ഇടമുള്ളത് കൊണ്ട് ഇടങ്ങൾ കണ്ടുപിടിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ആത്മീയ ഭക്തിയുടെ വലിയ അനുഭവം അനുഭവിച്ചവരാണ് പിതാക്കന്മാർ. ഇന്ന് ഭക്തിയുടെ ബാഹ്യമായ പ്രകടനങ്ങളുണ്ട്, ആന്തരികമായ ഭക്തിയുടെ ചൈതന്യം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യേണ്ടതായ ഒരനുഭവമാണ്. ഭയവും നന്ദിയും സ്നേഹവും ദൈവഭക്തിയുടെ ലക്ഷണമാണ്. ലുദിയായെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളതായ ഒരു ദൈവത്തിൻ്റെ ഭക്തിയിൽ വളർന്നു വരുവാൻ അവൾക്ക് ഇടയാക്കി. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഒരുമിച്ച് ഇന്ന് പങ്കുവയ്ക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത് ലുദിയായുടെ ഭക്തിയെക്കുറിച്ചാണ്. ആ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു, ദൈവഭക്തിയെക്കുറിച്ച് പുതുതായിട്ടൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. ആഴത്തിലുള്ള അറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അറിഞ്ഞ ആ സത്യത്തെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതായ ഒരു മനസ്സുണ്ടോ എന്നുള്ളതാണ് വിഷയം. ആ മനസ്സ് നമ്മൾ പാകപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കേണ്ടതാണ്. അതായത് മനസ്സുള്ളവരോ ഉണ്ടാണല്ലോ നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ഭക്തി എന്ന് പറയുന്നത് മനസ്സിന്റെ തലത്തിൽ നിന്ന് മനസാക്ഷിയുടെ തലത്തിലേക്ക് എത്തേണ്ടതാണ് ദൈവഭക്തി. കാഴ്ചപ്പാടിൽ നിന്ന് കാവൽക്കാരിലേക്ക് എത്തേണ്ടതാണ് ദൈവഭക്തി.
അറിവിന്റെ തലത്തിൽ നിന്ന് അനുഭവത്തിന്റെ തലത്തിലേക്ക് എത്തേണ്ടതാണ് ദൈവത്തിന്റെ ഭക്തി. ഉപരിതലത്തിൽ നിന്ന് ഉപരി വിപ്ലവത്തിലേക്ക് പോകുകയല്ല, ഉപരിതലത്തിൽ നിന്ന് നമ്മൾ ആഴത്തിലുള്ള അറിവിന്റെ അനുഭവത്തിലേക്ക് അന്വേഷിക്കേണ്ടതാണ്. വികാരത്തിൽ നിന്ന് വിവേകത്തിലേക്ക് എത്തേണ്ടതാണ് ദൈവഭക്തി. ലുദിയായുടെ ജീവിതം അത്തരത്തിലായി. ആത്മീയത അഥവാ ഭക്തി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രായോഗിക തലമുണ്ട്. ആ പ്രായോഗിക തലത്തിൽ നമ്മുടെ ഭക്തിയെ നമ്മൾ പ്രയോഗിക്കണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതിനുള്ള അവസരങ്ങൾ ദൈവം തമ്പുരാൻ തരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ മുഴങ്ങിക്കേട്ട എല്ലാ ദൈവവചനത്തിനും ഒരു പ്രായോഗിക തലമുണ്ട്. ആ പ്രായോഗിക തലത്തിൽ ദൈവം നമ്മളെ കാണിക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവം ചെയ്യത്തില്ല. നാം ചെയ്യാനുള്ള കാര്യം നാം ചെയ്യണം. നാം ചെയ്യാനുള്ള പല കാര്യങ്ങൾ ദൈവത്തെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക. ദൈവം ചെയ്യാനുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തോളൂ. എന്നാൽ നാം ചെയ്യാനുള്ള കാര്യം ദൈവം ചെയ്യത്തില്ല. നാം ചെയ്യത്തേയുള്ളൂ. നാം ചെയ്യണം. പുഴവക്കത്ത് ലുദിയ വന്നിരിക്കുക എന്നുള്ളത് ലുദിയ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ദൈവം തമ്പുരാൻ ഒരുക്കമാണ്. അതുകൊണ്ട് ഈ പ്രായോഗിക മേഖലകളിൽ ആധ്യാത്മികതയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. ഭക്തി, ദൈവഭക്തി നമ്മൾ അറിയുന്ന വ്യക്തിപരമായിട്ടുള്ള ഒന്നാണ്, വ്യക്തമായി അറിയുന്നതാണ്, വ്യക്തിപരമായിട്ടുള്ളതാണ്, വ്യക്തമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരുന്നതാണ്. എന്നാൽ അതിനൊരു പ്രായോഗികവും ഒരു സാമൂഹിക തലവും ഉണ്ട്. അതാണ് ചുറ്റുപാടിൽ ഭക്തിയുടെ സ്വാധീനം വർദ്ധിക്കുന്നത്. അത് ഉണ്ടാകുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കുഴപ്പം, നമ്മൾ കേൾക്കുന്ന ദൈവവചനം നമ്മെ കഠിനപ്പെടുത്തും. വചനം കഠിനപ്പെടുത്തും. കഠിന ഹൃദയം. എന്നും കേൾക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. കേൾക്കുന്നതിന് ഘടകവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ പ്രായോഗിക മേഖലകളിൽ ഇതിനെ ഉപയോഗിക്കാനുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം പോലും അറിയാതെ നമ്മുടെ മനസ്സുരുകും, നമ്മുടെ മനസ്സലിയും, നമ്മുടെ മനസാക്ഷി വിശാലമാവും. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഒരു കാലത്ത് മനസ്സിന് ഇടമുണ്ടായിരുന്നു, സ്പേസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇടം കൊടുത്തതാണ് ഉള്ള മനസ്സ്. ഇന്ന് ചുരുങ്ങി 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 സ്വാർത്ഥതയായി. നമുക്ക് ദൈവം പുറത്ത് സ്പേസ് വർദ്ധിപ്പിച്ചപ്പോൾ, വീടിന് വിശാലത വന്നപ്പോൾ, ആലയത്തിന് വിശാലത വന്നപ്പോൾ, നമ്മുടെ ചുറ്റുപാടുകൾക്ക് വിശാലത വന്നപ്പോൾ ഇടുങ്ങിപ്പോയതൊന്നുണ്ട്. അത് മനസ്സാണ്. അപ്പോൾ ഭക്തി വിശാലമാകണമെങ്കിൽ മനസ്സിന്റെ വിശാലത ഉണ്ടാവണം. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് മറ്റുള്ളവർക്ക് ഇടം ഉണ്ടാകണം. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് മറ്റുള്ളവർക്ക് ഇടമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥനയും പ്രവൃത്തിയും ആവശ്യമാണ്. പ്രാർത്ഥിച്ചാൽ, തെറ്റിദ്ധരിക്കരുത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ തന്നെ മനസ്സ് കഠിനമാവും. കൈ കൂപ്പുന്ന പോലെ തന്നെ കൈയും തുറക്കണം. കൈ തുറക്കുമ്പോൾ മനസ്സ് തുറക്കുകയാണ്. അതുകൊണ്ട് മനസ്സിന്റെ പൂട്ടുകളെല്ലാം തുറക്കുന്നതായിരിക്കണം ആത്മീക ശുശ്രൂഷയുടെ അനുഭവം. 3 കാര്യങ്ങൾ പറയാനായി ഞാൻ ആഗ്രഹിക്കുക. ലുദിയായുടെ ദൈവഭക്തി. 1, പ്രലോഭനങ്ങളെ പ്രതിരോധിക്കുന്നതായിരുന്നു ഭക്തി. റോമാക്കാർ കുടിയേറി പാർത്തതായ ഒരു പട്ടണമാണ് ഫിലിപ്പിയ പട്ടണം. ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അവിടെ വിജാതീയരായ ആളുകളാണ് അധികം ആളുകൾ.
അപ്പോൾ അവരുടെ ഇടയിൽ ഭക്തിയോടെ ജീവിച്ചു എന്ന് പറയുമ്പോൾ ആ ഭക്തി വെല്ലുവിളി ഉയർത്തുന്നതാണ്. സത്യദൈവത്തെ ആരാധിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞതാണ്, തീരെയില്ല. ആ സാഹചര്യത്തിൽ ഭക്തിയോടെ ജീവിക്കുക. അവൾ മിഷണറി പ്രവർത്തനം ചെയ്യാൻ പോയതല്ലല്ലോ. അവളുടെ ജോലി എന്താ? അവളുടെ തൊഴിൽ ബിസിനസ്സാണ്, രക്താംബരം വിൽക്കുന്നതാണ്. അപ്പോൾ അവളുടെ തൊഴിലിനോടുള്ള ബന്ധത്തിൽ അവൾ ആയിരിക്കുന്നതായ വിജാതിയര് നിറഞ്ഞു നിൽക്കുന്ന ഈ പട്ടണത്തിൽ ഭക്തിയും ബിസിനസ്സും എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ആത്മീയതയും ആത്മീയതയല്ലെന്ന് പറയുന്നതും തമ്മിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? അത് തമ്മിൽ അകലങ്ങളില്ല, അത് തമ്മിൽ അകലം ഉണ്ടാക്കാൻ ശ്രമിച്ചുമില്ല. അതായത് ബിസിനസ് വേറെ, ഭക്തി വേറെ, അങ്ങനല്ല. ആത്മീയതയ്ക്കകത്തുള്ള ഒരു ഭൗതികതയും ഭൗതികതയ്ക്കകത്തുള്ള ഒരാത്മീയതയും തമ്മിൽ അകലം വെച്ചു പുലർത്തുകയല്ല. അവൾ ദൈവത്തോടുള്ള ഭക്തിയിൽ തൻ്റെ തൊഴിൽ മേഖലകളിൽ സാക്ഷ്യം പുലർത്തുന്ന വ്യക്തിയായിരുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും നിലനിൽപ്പിന്റെ വിഷയമോ അവളുടെ ദൈവഭക്തിയെ തളർത്തിക്കളയാൻ അവൾ സമ്മതിച്ചില്ല. അതിനെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടായിരുന്നു അവളുടെ ഭക്തിയിൽ. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു ഉപാധി മാത്രമല്ല, ആത്മീക ജീവിതത്തിൽ മുന്നേറാനുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തുള്ള പ്രാർത്ഥനകളാണ് ഉണ്ടാവേണ്ടത്. സാഹചര്യങ്ങളെ ജയിക്കാനും ചുറ്റുപാടിൽ വരുന്ന പ്രതിസന്ധികളെ ജയിക്കുവാനും മാത്രമല്ല ആത്മീയത, നമുക്ക് കരുത്തുണ്ടാകാനാ. നമുക്ക് നമ്മിൽ തന്നെ ജയം വേണ്ടേ? നമുക്ക് നമ്മിൽ തന്നെ ജയമില്ലെങ്കിൽ, നമുക്ക് നമ്മിൽ തന്നെ പരാജയമാകുന്നെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ എങ്ങനെയാ ജയിക്കാൻ കഴിയുന്നത്? 500 പേരെ തൊഴിലാളികളെ മാനേജ് ചെയ്യാൻ കഴിയുന്ന മാനേജറായിരിക്കാം, അതൊക്കെ ഭംഗിയായി നടക്കും. പക്ഷേ ഭവനത്തിൽ 4 പേരെ മാനേജ് ചെയ്യാൻ കരുത്തില്ലെങ്കിൽ ജീവിതം പോവുകയല്ലേ? അതുകൊണ്ട് നമുക്ക് നമ്മിൽ തന്നെ കരുത്തുണ്ടാവണം. നമ്മുടെ ജീവിതത്തെ തകർക്കാൻ വരുന്നതായ പ്രലോഭനങ്ങൾ, വിചാര ഇച്ഛാശക്തികളെ നേരിട്ട് തകർക്കാനുള്ള ആത്മധൈര്യം, വിശ്വാസം ഭക്തി ജീവിതത്തിലൂടെ ഉണ്ടാവണം. ഇവിടെ അവൾ അഭിമുഖീകരിച്ച ഒത്തിരി പ്രലോഭനങ്ങളുണ്ട്. ഈ പട്ടണത്തിൽ ചക്രവർത്തി ആരാധനകൾ ഉണ്ടായിരുന്നു. റോമൻ ഭരണത്തിന്റെ കീഴിൽ ഉള്ള സ്ഥലങ്ങളിലെല്ലാം അവർ ചെയ്യുന്നതാണ് ചക്രവർത്തി ആരാധന. ചക്രവർത്തിയാണ് ദൈവം. ഒരർത്ഥത്തിൽ ആൾ ദൈവങ്ങൾ ആരാധിക്കണം. അധികാരമുണ്ട്, ആളുകളെല്ലാം അതിൻ്റെ പുറകെയാണ്. പലയിടങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? നിലനിൽപ്പിന് വേണ്ടിയാ, അംഗീകാരത്തിന് വേണ്ടിയാ. ഇവിടെ ഒരു ബിസിനസ്സുകാരിയാ, പോകണമോ പോകണ്ടായോ? ഇതൊരു വലിയൊരു പ്രലോഭനമാണ്. അതായത് പോകാതിരുന്നാൽ വരുന്നതായ ഭവിഷ്യത്ത് വളരെ വലുതാണ്. ഭക്തിയുള്ള ഞാൻ, യേശുക്രിസ്തുവുമായി ബന്ധമുള്ള ഞാൻ, കാര്യസാധ്യത്തിന് വേണ്ടി ഉപായങ്ങളും മുഖസ്തുതികളും ഉപയോഗിക്കണമോ ഉപയോഗിക്കണ്ടായോ? ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നൊരു പോരാട്ടമാണ്, ഇതൊരു പ്രലോഭനമാണ്. നേട്ടങ്ങൾക്ക് വേണ്ടി വളഞ്ഞ വഴി സ്വീകരിക്കാനുള്ളതായ വിശാലമായ വാതിൽ എൻ്റെ മുൻപിൽ തുറന്നിടുകയും എന്നെ അതിലേക്ക് സ്വാധീനം ചെലുത്തുകയും ചെയ്യുമ്പോൾ ഒരു ക്രിസ്തു ഭക്തൻ എന്നുള്ള നിലവാരത്തിൽ എനിക്ക് ചേർന്നതാണോ? അത് വലിയൊരു പ്രലോഭനമല്ലേ? അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ അനുഭവിക്കാത്തവർ ഈ പന്തലിന്റെ കീഴിലുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത്.
എന്നാൽ അങ്ങനെയുള്ള പ്രലോഭനങ്ങളുടെ നടുവിൽ അതല്ല, സത്യദൈവം മാത്രം എനിക്ക് മതിയെന്ന് പറഞ്ഞ് പരപ്രേരണയില്ലാതെ മാറി നിൽക്കാൻ കാണിച്ച മാതൃകയുള്ള ഭക്തി, ലുദിയായുടെ ഭക്തി. വേറൊന്ന്, ആ പട്ടണത്തിൽ വിജാതീയരാണെന്നാണ് ഞാൻ പറഞ്ഞത്. അന്യാരാധന വളരെ ശക്തമായിട്ടുണ്ട്. അന്യാരാധനയിൽ പോയാൽ എന്താ പ്രത്യേകത? പല പ്രത്യേകതകളുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും, നേട്ടങ്ങൾ ഉണ്ടാവും. നേട്ടങ്ങൾ, പ്രത്യേകിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നതായ ആ ഓഫറുകൾ ഒക്കെയാണ് ഇവർ മുന്നിൽ കൊണ്ട് നടത്തുന്നത്. അവിടെയാണ് ആട് കൂടുന്നത്, അവിടോട്ടാണ് ആളുകൾ പോകുന്നത്. അവരുടെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും തന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ലുദിയ എന്ന് പറയുന്ന ദൈവഭക്തിയുള്ള സ്ത്രീ പോയിട്ടില്ല. ഒരു സൂചന ഞാൻ പറയാം, നിങ്ങൾ നോക്കണമേ. അവിടെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാനായി കഴിയും, പട്ടണത്തിൽ ലക്ഷണം പറയുന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി. പൗലോസും ശീലാസും കൂടെയുള്ളവരും കടന്നു പോകുമ്പോൾ പുറകെ നടന്ന് അവള് പറയുന്ന ഒരു കാര്യമുണ്ട്. മുഖലക്ഷണമാണ് പറയുന്നത്. അവള് പറയുന്ന കാര്യം എന്നാ? ഈ മനുഷ്യർ, ഈ ദൈവദാസന്മാർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്. അപ്പോൾ അവരാരാണെന്ന് പറയുന്നു. എന്തിനിവിടെ വന്നു അതുകൂടെ പറയുന്നുണ്ട്. രക്ഷാമാർഗം അറിയിക്കാൻ വന്നു, അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. എത്ര നാൾ പറഞ്ഞു? പല നാൾ പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചോണേ, ഫിലിപ്പിയ പട്ടണത്തിൽ ഈ ദൈവത്തിന്റെ ദാസന്മാരെത്തിയപ്പോൾ സ്വീകരിക്കാൻ ആരുമില്ല, വെള്ളം കൊടുക്കാൻ ആരുമില്ല, അവർക്ക് ഇടങ്ങൾ കൊടുക്കാൻ ആരുമില്ല, ആളില്ല, യഹൂദന്മാരവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോകുന്ന ആളുകളുടെ പുറകെ നടന്ന് നിങ്ങളെ ദൈവദാസന്മാരാ, നിങ്ങളെ ദൈവമാ വിട്ടത്, നിങ്ങൾ സുവിശേഷമാ പറയുന്നത്, നല്ല കാര്യമാ പറയുന്നെന്ന് കൂടെ കൂടെ പറയുമ്പോൾ തിരിഞ്ഞ് ഒരു അഭിനന്ദനം കൊടുക്കേണ്ടതല്ലയോ? ആരും മിണ്ടുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല, എന്തിനാ വന്നെന്ന് ചോദിക്കുന്നില്ല, പ്രസംഗിക്കാൻ ഇടമില്ല. അങ്ങനൊന്നും ഇല്ലാത്ത ഒരു സമൂഹത്തിന് മുൻപിൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പലവട്ടം പറഞ്ഞപ്പോൾ പറഞ്ഞ ആ പെൺകുട്ടിയെ അഭിനന്ദിക്കുന്നതല്ലയോ മര്യാദ? ചെയ്തോ? തിരിഞ്ഞു നിന്ന് അവളിലുള്ളതായ ഭൂതത്തെ ശാസിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഭൂതത്തെ ശാസിച്ചു. ഇവള് പറഞ്ഞത് നല്ല കാര്യമാണോ മോശമായ കാര്യമാണോ? നല്ല കാര്യമാണ്, ഉള്ള കാര്യമല്ലയോ? ഇല്ലാത്തത് വല്ലോ വന്നു? അല്ല, ഉള്ള കാര്യമാ, നല്ല കാര്യമാ. അവർ വന്നതിന്റെ ഉദ്ദേശവും അതാ. പക്ഷെ പിന്നെന്തിനാ ശാസിച്ചത്? അവളുടെ പുറകിലുള്ള അന്ധകാര ശക്തിയുടെ സ്വാധീനത്തെ ഒരു ദൈവഭക്തൻ എന്നുള്ള നിലവാരത്തിൽ വിവേചിക്കാനുള്ള ഭക്തി ഉള്ളതുകൊണ്ട് നല്ല കാര്യമാ പറഞ്ഞെങ്കിലും, ഭാവി കാര്യമാ പറഞ്ഞെങ്കിലും അത് ദൈവത്തിന് ചേർന്നതല്ലെന്നുള്ള തിരിച്ചറിവുണ്ടായി. ഞാൻ ഈ ഉദാഹരണം അല്ല, ഈ സംഭവം ഇവിടെ പറഞ്ഞതിൻ്റെ കാര്യം, ഇങ്ങനെയുള്ള ഒത്തിരി സ്ത്രീകൾ ഫിലിപ്പിയ പട്ടണത്തിൻ്റെ ആളുകൾ കൂടുന്നിടത്ത് മുക്കിനും മൂലയിൽ ഇരിപ്പുണ്ട്. മുഖലക്ഷണം പറയാൻ, ഭാവി പറയാൻ, കുഞ്ഞുങ്ങളുടെ ഭാവി പറയാൻ, നാളെ നടക്കുന്നത് പറയാൻ, ജോലി കിട്ടുമോ എന്ന് പറയാൻ. ഒരു ബിസിനസ്സുകാരിയായ ലുദിയ ഒരിക്കൽ പോലും നാളെ എങ്ങനായിരിക്കും എൻ്റെ ബിസിനസ് എന്നറിയാൻ വേണ്ടി ലക്ഷണം പറയുന്നവരുടെ വീട്ടിൽ പോയിട്ടില്ല. അതായത് തൻ്റെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും തൻ്റെ മുൻപിൽ ഉയർന്നു നിൽക്കുമ്പോൾ അത് താൻ വിശ്വസിച്ച പ്രമാണങ്ങൾക്ക് ചേർന്നതല്ല എന്നുള്ള തിരിച്ചറിവ് ഭക്തിയുടെ ആഴമുള്ള സ്ത്രീ മനസ്സിലാക്കിയതുകൊണ്ട് ഇരി ചെവി അറിയാതെ അതിനെ പ്രതിരോധിച്ചു. ഇന്ന്
അനേകം ആളുകൾ പ്രവചനമായും അല്ലാതായും കുടുംബങ്ങളിൽ കയറിയിറങ്ങി ഭാവി കാര്യം പറയാനായി നമ്മുടെ ഇടങ്ങളിലും കൂട്ടങ്ങളിലും സഞ്ചരിക്കുമ്പോൾ അങ്ങനെയുള്ളതായ കൂട്ടങ്ങളുടെ നടുവിൽ ഉള്ളതാണെന്ന് തോന്നുന്നതും ഉള്ളതാണെന്ന് പലരും പറയുമ്പോഴോ യേശു ക്രിസ്തുവിലുള്ളതായ ദൈവഭക്തിയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എൻ്റെ ഭാവി അറിയുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ നാളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അറിയുന്ന ഒരു ദൈവമുണ്ട്, എന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എൻ്റെ ദൈവമാണെന്നുള്ള തിരിച്ചറിവിൽ ഇങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങളിലോ ആൾ ദൈവങ്ങളിലോ കൂട്ടങ്ങളിലോ എൻ്റെ സാന്നിധ്യമോ എൻ്റെ കുടുംബത്തിൽ അവരുടെ സാന്നിധ്യമോ വേണ്ട എന്ന് പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ കൺവെൻഷൻ മൂലം കഴിയണം. സത്യവിശ്വാസത്തിനെതിരെ നമ്മുടെ പിതാക്കന്മാർ ഉയർത്തിയ ഭക്തിക്ക്, വിശ്വാസ സംഹിതകൾക്ക്, പ്രാർത്ഥനകൾക്ക് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ച കൊച്ചു വീടിൻ്റെ അകത്ത് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ഒരു പിതാക്കന്മാരും മാതാക്കളും നമുക്കുണ്ട്. അവർ കൈമാറിയതായ വിശ്വാസം അനുഭവിക്കുന്ന വിശ്വാസികളെ നമുക്ക് പ്രതിരോധ ശക്തി ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആത്മീയത മലീമസമായി മാറിയിരിക്കുകയാണ്. ഭക്തി കുലുഷിതമായി മാറിയിരിക്കുകയാണ്. ഭക്തി വികൃതമായി മാറിയിരിക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവഭക്തി പൗലോസ് അപ്പോസ്തലൻ ഒറ്റ വാക്കിൽ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ്. അതുകൊണ്ട് ആത്മീയത എന്ന് തോന്നുന്ന, കഴിഞ്ഞ ദിവസം അച്ഛൻ മുഖം മൂടിയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ആത്മീയ മുഖം മൂടിയിട്ടിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുന്ന പൈശാചികതയെ തിരിച്ചറിയണം. ലക്ഷണം പറയുന്ന, ഭാവി പറയുന്ന, പ്രവചിക്കുന്ന ഇടങ്ങളിൽ ഉള്ള ഇരിപ്പിടങ്ങൾ അല്ല ദൈവഭക്തിയുടെ ലക്ഷണം. മറിച്ച് ദൈവത്തോട് സംസർഗം പുലർത്തി എല്ലാ ദുരന്തങ്ങളുടെയും എല്ലാ ദുരിതങ്ങളുടെയും എല്ലാ വേദനകളുടെയും എല്ലാ മനപ്രയാസങ്ങളുടെയും അകത്ത് കൈവിടാതെ നടത്തുന്ന, കൂടെ ഇരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ള ആളത്വപരമായ വിശ്വാസം അതുണ്ടാവണം. അത് രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് അപൂർത്തി തരുന്നതല്ല ഭക്തി, നമുക്ക് സംതൃപ്തി തരുന്നതാണ് ദൈവഭക്തി. അപൂർത്തി, അതിൻ്റെ പുറകിൽ അനേകം ആളുകൾ മുന്നേറുമ്പോൾ സംതൃപ്തി ഇല്ലാതെ കുഴയുകയാണ്. എന്നാൽ സംതൃപ്തരായി ജീവിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ഭക്തി, അപ്പോൾ കരുത്തുണ്ടാവണം. അതിനെ വേണ്ട എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചൈതന്യം ഉണ്ടാകണം. ഒരു ബിസിനസ്സുകാരി എന്നുള്ള നിലവാരത്തിൽ ആ പട്ടണത്തിൽ ബിസിനസ് വളരണമെങ്കിൽ ഇന്നതുകൂടെ ചെയ്താൽ നല്ലതാണെന്നുള്ളതായ വെല്ലുവിളികൾ തൻ്റെ മുൻപിൽ ഉയർത്തുമ്പോൾ സത്യദൈവത്തെ അറിഞ്ഞെന്നുള്ള ഒറ്റ കാരണത്താൽ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കരുത്ത് കാണിച്ചതുപോലെ ലോകം ഉയർത്തുന്ന പല മോഹന വാഗ്ദാനങ്ങളുടെ മുൻപിലും എൻ്റെ ഭക്തിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞ് മാറി നിന്ന മാർത്തോമാക്കാരുടെ പിന്തലമുറക്കാരാണ് നമ്മൾ. വേണ്ടത് ഞങ്ങൾക്ക് വേണ്ട, കർത്താവിലൂടെ ലഭിക്കുന്നത് മതി. ദൈവം നമുക്കൊരുക്കിയിട്ടുള്ളത് എന്തായാലും അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് തരേണ്ട സമയത്ത് തരേണ്ടതുപോലെ തരാൻ തമ്പുരാൻ മതിയായവരാണ്. കരുത്തുണ്ടാവണം. ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഇച്ഛാശക്തികൾ നമ്മെ അതിലേക്ക് നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കണം. പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ചിന്താമണ്ഡലത്തെ തന്നെയാണ്. അപ്പോൾ ശരിയായ മാനസാന്തരം എവിടെ നടക്കേണ്ടതെന്നറിയാമോ? നമ്മുടെ ചിന്താമണ്ഡലത്തില്ല. ചിന്തയാണ് ആക്ഷനിലേക്ക് പോകുന്നത്.
പാപത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ കർത്താവ് കൊടുത്ത ഡെഫിനിഷൻ എന്നറിയോ? ചിന്തയാണ് പാപം. പഴയ നിയമത്തിൽ ആക്ഷനാണ് പാപം. കൊല്ലുക, കുത്തുക. ചിന്തയാണ് പാപം. അപ്പൊ ചിന്താമണ്ഡലത്തിൽ പ്രതിരോധിക്കാനുള്ള കരുത്തുണ്ടാവണം. രണ്ടാമത്തെ മേഖല നോക്കിക്കേ, അതിന്റെ 13ഉം 14ഉം വാക്യം. പ്രഘോഷണത്തിൽ സജീവമായ ഭക്തി ഭക്തിയുടെ രണ്ടാമത്തെ മേഖലയാണ്. ഒന്ന്, പ്രലോഭനങ്ങളെ പ്രതിരോധിക്കുന്ന ദൈവഭക്തി. രണ്ട്, പ്രഘോഷണത്തിൽ സജീവമായിരിക്കുന്ന ഭക്തി. നോക്കിക്കേ, അവിടെ എന്താ വായിക്കുന്നത്? ശബത്ത് നാളിൽ, കണ്ടോ വാക്യം? ശബത്ത് നാളിൽ പുഴവക്കത്ത് കൂടിയിരിക്കുന്നവരുടെ ഇടയിൽ ലുദിയായിടം കണ്ടെത്തി. എന്താ ശബത്ത് നാളിന്റെ പ്രത്യേകത? ശബത്ത് നാള് യഹോവയുടെ ദിവസമാണ്. യഹോവയ്ക്ക് വേണ്ടി വേർതിരിച്ച ദിവസമാണ്. അന്ന് ആലയത്തിൽ പോകേണ്ട ദിവസമാണ്. അന്ന് ആരാധിക്കേണ്ട ദിവസമാണ്. അന്ന് ദൈവ സംസർഗം അനുഭവിക്കേണ്ട ദിവസമാണ്. ശബത്തും ലുദിയായും തമ്മിൽ എന്താ ബന്ധം? ലുദിയ ഒരു വിജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാ. ശബത്ത് ആരുടേതാ? ശബത്ത് യഹൂദന്റേതാണ്. ദൈവം കൽപ്പിച്ചാക്കിയതാണ്. എന്നാൽ ഈ ശബത്ത് ദിവസം ഫിലിപ്പിയ പട്ടണത്തിൽ, യഹൂദന്മാർ അധികമില്ലാത്ത പട്ടണത്തിൽ, ലൂദിയായുടെ കടയല്ലാതെ മറ്റ് കടയെല്ലാം തുറന്നു. ലൂദിയായുടെ കടയുടെ ഷട്ടർ അടച്ചു. അടച്ചിട്ട് അലസയായിട്ടിരുന്നില്ല. അവൾ അന്വേഷിച്ചു, ആരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ആ സ്ഥലത്ത് അവളുടെ സാന്നിധ്യം ഉറപ്പിച്ചു. അതായത് ദൈവിക വചനത്തോടും ദൈവിക ചൈതന്യത്തോടും അടങ്ങാത്ത അഭിനിവേശമുള്ളതായ ദൈവഭക്തിയുടെ ലക്ഷണമാണിത്. നിർബന്ധത്താലല്ല, ഇതൊരു സാക്ഷ്യത്തിന്റെ അടയാളമാണ്. ലുദിയായോട് ചോദിക്കാം, നീ എന്താണെന്ന് കടയടയ്ക്കാനിടയായത്? അവൾ പറയും, കടയടച്ചത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, ദൈവവചനം കേൾക്കാൻ വേണ്ടിയാണ്, ദൈവത്തോട് സംസർഗം അനുഭവിക്കാൻ വേണ്ടിയാണ്. ആര് പറഞ്ഞു കടയടയ്ക്കാൻ? യഹൂദന്മാരുടെ പ്രമാണത്തിൽപ്പെട്ടതല്ല. പക്ഷേ ഭക്തിയിൽ അവൾ വളർന്നപ്പോൾ, ഏക സത്യമായ ദൈവത്തെ ആരാധിക്കാൻ അവൾ ശ്രമിച്ചപ്പോൾ, അതിൽ നിന്നും അറിഞ്ഞ ആ ചെറിയ അറിവ് അവളെ സംബന്ധിച്ചിടത്തോളം ദൈവ സാന്നിധ്യത്തിന് വേണ്ടി അവൾ വിധേയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ് അവളുടെ കട അടച്ചു എന്ന് പറയുന്നത്. ഭക്തിയുടെ അല്ലെ വചന കേൾവിയുടെ ആരാധനയുടെ അടയാളപ്പെടുത്തലിൻ്റെ ഒരു അടയാളം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കടയടച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഭക്തി ഉള്ളവരെന്ന് നിർവചിക്കാൻ കഴിയത്തില്ല. പക്ഷേ കടയടച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അവൾ ദൈവഭക്തിയെ അമിതമായി സ്നേഹിച്ചു എന്നുള്ളതാണ്. അവൾ പുഴവക്കത്ത് അവിടെ വന്നിരിക്കുകയാണ്. അത് പ്രാർത്ഥന ദിവസമാണ്. ശബത്ത് നാളിൽ പള്ളിയില്ല, പക്ഷേ ഇടങ്ങൾ കണ്ടെത്തി. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ദൈവവചനം കേൾക്കുവാൻ ആത്മീയ ആരാധനയുടെ അനുഭവങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ചിലതൊക്കെ പൂട്ടണ്ടേ, അടയ്ക്കേണ്ടേ? ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ സംസ്കാരം എന്തായിരുന്നു? കട തുറക്കത്തില്ലായിരുന്നു. ബോർഡൊന്നും വേണ്ട, ക്രിസ്ത്യാനികളുടെ കട അടഞ്ഞു കിടക്കുമായിരുന്നു. അടഞ്ഞു കിടക്കുന്നത് ഒരു സാമൂഹ്യ സമ്മർദ്ദത്തിന്റെ ഭാഗമല്ല. അടച്ചിട്ട് കുഞ്ഞുങ്ങളുമായി ആലയത്തിൽ വരുന്നതാണ് സംസ്കാരം. കടയടച്ചു. അവൾ അവിടെ വന്നിരിക്കുക. ഇരിപ്പിടമുണ്ടോ? ഇല്ല. അവൾ ഇരിക്കുന്നത് സമ്പന്നയായ സ്ത്രീ ആയതുകൊണ്ട് സൗകര്യങ്ങളിലാണ്. എന്നാൽ
പുഴവക്കത്തെ സൗകര്യം എന്താണ്? ഒന്ന് ഈ മണ്ണായിരിക്കും, അല്ലെ കല്ലായിരിക്കും. കല്ലിന്റെ മുകളിലോ മണ്ണിന്റെ മുകളിലോ അവൾ ഇരിക്കുകയാണ്. അവൾ ഇരുന്ന് ഈ ദൈവവചനം കേട്ടു. ശ്രദ്ധിച്ചോളണമേ, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അവൾ ശ്രദ്ധിച്ചു. 14-ാമത്തെ വാക്യം, ലൂദിയ ദൈവവചനം ശ്രദ്ധിച്ചു, കേട്ടു. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിവിടെ കൺവെൻഷന് വന്നെത്തിയിരിക്കുകയാണ്. എത്ര പേർ ഇത് കേൾക്കുന്നുണ്ട്? എത്ര പേർ ഇത് ഗ്രഹിക്കുന്നുണ്ട്? സ്വാഗതം പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സാറ് പറഞ്ഞു, വർഷങ്ങളായി ഈ കേൾക്കുന്ന തിരുവചനമാണ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാക്കിയത്. അത് 100% ഞാൻ അടിവരയിട്ട് പറയുന്നു. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് ഈ ദൈവവചനമാണ്. പണ്ട് കാലത്ത് കൺവെൻഷൻ നടന്നാൽ ഒരുപറ്റം കുഞ്ഞുങ്ങളെ കൊണ്ടിരുത്തും. അവരിത് കേൾക്കുകയോ അവരിതിൻ്റെ പോയിന്റ് മനസ്സിലാക്കുകയോ അവരിതൊന്നും അറിയുകയോ ഒന്നുമല്ല. പക്ഷേ അപ്പച്ചനും അമ്മച്ചിക്കും അറിയാം എന്തിനാ കൊണ്ടിരുത്തുന്നത്. കുടുംബ പ്രാർത്ഥനയിൽ മലക്കപ്പരുവുള്ള കുഞ്ഞിനെ കൊണ്ട് കിടത്തും. ആ കുഞ്ഞ് അവിടെ കിടന്നു മറിയും, ഉറങ്ങും, ചിരിക്കും. എന്തോ പ്രാർത്ഥന കേൾക്കാനാ കൊണ്ടുവരുന്നത്. കുടുംബ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അമ്മച്ചി പറയും, കുഞ്ഞിനെ കൂടെ കൊണ്ടുപോവാ, കൊണ്ടവിടെ കിടത്തും. പള്ളിയാരാധനയിൽ പുറകിലോ സൈഡിലോ കൊണ്ട് കിടത്തും. അതിൻ്റെ അകത്ത് സംഭവിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. എന്തെന്നറിയാമോ? ഈ ആലയത്തിൽ മുഴങ്ങുന്ന, ഈ പന്തലിൽ മുഴങ്ങുന്ന, ഭവനത്തിൽ മുഴങ്ങുന്ന പ്രാർത്ഥനയുടെ അസാധാരണമായ ദൈവിക ചൈതന്യം. സാധാരണ പ്രാർത്ഥനയാണെങ്കിലും സാധാരണ പാട്ടാണെങ്കിലും അവിടെ മുഴങ്ങുന്ന അസാധാരണ ദൈവിക ചൈതന്യം അറിവില്ലാത്ത ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുമെന്നുള്ളതായ തിരിച്ചറിവുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തോ സംഭവിച്ചു. അങ്ങനെ കിടന്നും ഇരുന്നും നിർബന്ധിച്ചും ഒക്കെ മുന്നേ കൊണ്ടിരുത്തുകയും കുസൃതി കാണിക്കുകയും ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തവരാണ് ഇവിടെ ഇരിക്കുന്നതായ നമ്മൾ ഓരോരുത്തരും എന്ന് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്നാൽ അധികം അധാർമികതയുടെ സ്വാധീനത ജീവിതത്തെ തകർക്കാൻ അനുവദിക്കാഞ്ഞത് അന്ന് നമ്മുടെ ശരീരത്തിന് മേൽ പൊതിഞ്ഞ് സൂക്ഷിച്ച വചനത്തിൻ്റെ കവചമാണ്, പ്രാർത്ഥനയുടെ കവചമാണ്. ഇന്ന് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചിന്തിക്കണം. അധാർമികതയുടെ സ്വാധീനം എത്രത്തോളം ഇന്ന് സമൂഹത്തിൽ വ്യാപരിക്കുന്നു എന്നുള്ളതൊന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കേട്ടോണ്ടിരുന്നു. ഇതൊരു മോട്ടിവേഷൻ സ്പീക്കല്ല, പ്രോസ്പെരിറ്റി സ്പീക്കല്ല, കരിയർ ഡെവലപ്പ് ചെയ്യുന്ന സ്പീക്കുമല്ല പൗലോസ് പ്രസംഗിച്ചത്. അവളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളത് കേൾക്കാൻ അവളുടെ താല്പര്യം. അത് കുറ്റമല്ല, അവളൊരു ബിസിനസ്സുകാരിയാണ്. ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതെങ്ങനെ വളർത്തണം, അവളുടെ ബിസിനസ് ശൃംഖല എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതൊക്കെ കേൾക്കുന്നിടമല്ലേ ശ്രദ്ധിക്കേണ്ടത്. അതിന് വിരുദ്ധമാണ് ഇപ്പോഴത്തെ പ്രസംഗം. ഇപ്പോഴത്തെ പൗലോസിന്റെ പ്രസംഗം ഉടനീളം പുസ്തകത്തിൽ വായിച്ചു നോക്കിയോ, യേശു ക്രിസ്തുവാണ്. എല്ലാ ബിസിനസ്സും ലാഭത്തിലാണ്. എന്നാൽ നഷ്ടത്തിന്റെ കണക്ക് പറയുന്നതാണ് സുവിശേഷത്തിന്റെ ദൂത്. നഷ്ടപ്പെടുന്നതിന്റെ അനുഭവം പറയുന്നതാണ്, കുരിശു വഹിക്കുന്നതിന്റെ അനുഭവം പറയുന്നതാണ്. ഇന്ന് വന്നിരിക്കുന്ന പ്രബുദ്ധരായ വിശ്വാസികളെ, നാമോ നമ്മുടെ തലമുറയോ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് പ്രോസ്പെരിറ്റിയാണ്. അതല്ല. ലൂദിയ ഒരു ബിസിനസ്സുകാരി എന്നുള്ള നിലവാരത്തിൽ കമ്പോള സംസ്കാരത്തിന്റെ ഭാഗമാണ്. ശ്രദ്ധിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാനത് എംഫസൈസ് ചെയ്ത് പറയാൻ പോകുക. എഴുന്നേറ്റ് പോകാം. കാരണം പൗലോസിന്റെ പ്രസംഗം രക്ഷ, നിത്യജീവൻ, ദൈവിക കൃപ, പരിശുദ്ധാത്മാവിന്റെ നിറവ്, ക്രിസ്തീയ വളർച്ച, നിത്യത, ന്യായവിധി, ഇതൊക്കെയാ പ്രസംഗം. അല്ലാതെ വികാരത്തെ വലിപ്പപ്പെടുന്നതും മനസ്സിനെ സുഖം തരുന്നതും ഭാവിയെ അനുഗ്രഹിക്കുന്നതും
ഭാവി ശുഭമായി നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും തലമുറകൾ ഉന്നത സ്ഥാനത്ത് പോകുമെന്നുള്ളതായ അപവൃത്തിയുടെ സന്ദേശമല്ല. അത് കേൾക്കാൻ താല്പര്യമുണ്ടോ? അതല്ലാത്തടുത്ത് എങ്ങനെ കേട്ടു? അതാണ് ഭക്തിയുടെ ആഴത്തിലുള്ള ലക്ഷണങ്ങൾ. എന്താണ്? ഞാൻ ചിന്തിക്കുന്ന, എൻ്റെ ഹൃദയത്തിൽ കണക്കൂട്ടിയ, ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ എൻ്റെ മനസ്സിൽ കണക്കൂട്ടി വച്ചിരിക്കുന്ന കണക്കൂട്ടലുകളെ എല്ലാം തകിടം മറിക്കുന്ന ഇരുവായ്ത്തലയുള്ള മൂർച്ചയുള്ള ദൈവവചനം ജീവിതത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ അനുസരിക്കാനുള്ള സമർപ്പണമാണ് ഈ സ്ത്രീയുടേത്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏത് ദൈവവചന കേൾവി ഉണ്ടാകുമ്പോഴും മൂർച്ചയുള്ള വചനം മുറിവ് തരും, നൊമ്പരം തരും, അസ്വസ്ഥത തരും. അതിനെ അനുവദിക്കാത്തതാണ് നമ്മുടെ സുവിശേഷ സംസ്കാരം ഇന്ന് ജീർണിക്കുന്നത്. ഇതൊരു കമ്പോള സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. കമ്പോള സംസ്കാരത്തിൽ നിന്ന് അതിനെ തകിടം മറിച്ച് സുവിശേഷ സംസ്കാരത്തിലേക്ക് മാറ്റിയതാണ് തിരുവചനം അന്നും ഇന്നും. പന്തലയിട്ട് നമ്മുടെ പൂർവികർ നടത്തിയ സുവിശേഷ പ്രസംഗങ്ങളിൽ നടത്തപ്പെട്ട മാനസാന്തരം ഈ സംസ്കാരത്തെ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. കമ്പോള സംസ്കാരം എന്താണ്? അത് മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിനെ ഊതി വീർപ്പിക്കുന്നതല്ല സുവിശേഷം, അതിനെ ഊതി കെടുത്തുന്നതാണ്. ലാഭമല്ല, നഷ്ടമാണ്. കുരിശ് നഷ്ടമാണ്, നഷ്ടപ്പെടാനുള്ളതാണ്. അതായത് കമ്പോളത്തിൽ എന്തിനാ സ്ഥാനമെന്ന് ചോദിച്ചാൽ മനുഷ്യർക്കല്ല വില, വിഭവങ്ങൾക്കാണ് വില, മൃഗങ്ങൾക്കാണ് വില. മനുഷ്യൻ ഇന്ന് വിലയുണ്ടോ? മനുഷ്യന് വിലയില്ല. മാതാപിതാക്കൾക്ക് വീട്ടിൽ വിലയുണ്ടോ? വിലയില്ല. ആത്മീക പ്രബുദ്ധരായ ആളുകൾ താമസിക്കുന്ന കൺവെൻഷൻ കൊണ്ടോ മഹായോഗം കൊണ്ടോ കരിസ്മാറ്റിക് കൊണ്ടോ ആത്മീക സംവേദനങ്ങൾ കൊണ്ടോ വേദികൾ ഒത്തിരിയുള്ള മധ്യ തിരുവിതാംകൂറിൽ താമസിക്കുന്ന നമ്മളൊന്ന് ചോദിച്ചു നോക്കണം, ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് മാതാപിതാക്കളല്ലേ? വേണ്ട, കാലം കഴിഞ്ഞു, കളഞ്ഞേക്ക. പെൻഷനോടില്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, അകറ്റിക്കളയുകയാണ്, അവഗണിക്കുകയാണ്. എന്നാൽ സുവിശേഷ സംസ്കാരം എന്നാണെന്നറിയാമോ? അവരെ സ്നേഹിക്കുക, നെഞ്ചിലേറ്റുക, അവരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി ജീവിതം കൊടുക്കുക. ഇന്ന് എവിടെ കാണാനുണ്ട്? കുറഞ്ഞു വരികയാണ്, തീരെ കുറഞ്ഞു വരികയാണ്. ഉൽപ്പന്നങ്ങൾക്കാണ് വില. അതായത് വിപണിയിലെ വില ഉൽപ്പന്നങ്ങൾക്കാണ്. ഒരർത്ഥത്തിൽ ആത്മീയ വിപണിയിൽ നിയന്ത്രിക്കുന്നത് ഇന്ന് ആത്മീയ കമ്പോള സംസ്കാരമാണ്. അതിന് അറുതി വരുത്താൻ ഈ കൺവെൻഷന് കഴിയണം. അതടിപ്പിക്കാതിരിക്കാൻ, അതിന് നോ എന്ന് പറയാൻ നമ്മുടെ ഭവനത്തിന് കഴിയണം, ഇടവയ്ക്ക് കഴിയണം. പരസ്യത്തിനാണ് ഇന്ന് വില. പരസ്യം ഉള്ളിടത്തല്ലേ ആളുള്ളൂ. പരസ്യമാണ്. അത് ബിസിനസ് മാത്രമല്ല, ആധ്യാത്മിക മേഖലകളിലും പരസ്യത്തിനാണ് ഇന്ന് വില. ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്യുക, ഏറ്റവും കൂടുതൽ പരസ്യത്തിന് ആളുകളെ ഒരുക്കുക, മോട്ടിവേറ്റ് ചെയ്യുക, പരസ്യത്തിനാണ് വില. ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ വില. അപ്പോൾ ഈ കമ്പോള സംസ്കാരം മനസ്സിൽ ഉണ്ടാകുമ്പോൾ അതിനെ രൂപപ്പെടുത്തിയതാണ് ഈ സുവിശേഷത്തിന്റെ അനുഭവം. കാര്യം എന്നാണെന്നറിയാമോ? അവളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ വിധേയപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിരുന്നു. കടയടയ്ക്കാതെ അലസമായി അന്നും കട തുറന്ന് അവളുടെ ബിസിനസ്സിൽ വ്യാപൃതരായിരുന്നെങ്കിൽ അവളുടെ മനസ്സിൽ കമ്പോള സംസ്കാരം വളരുകയുള്ളായിരുന്നു. നാം ചിലതൊക്കെ വേണ്ട എന്ന് വെക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോവും, ബാംഗ്ലൂരിൽ പോവും, മദ്രാസിൽ പോവും, മറ്റു പല സ്ഥലങ്ങളിൽ പോവും, യൂറോപ്യൻ കൺട്രീസിൽ പോവും. നല്ല കോളേജ് നമ്മൾ സെലക്ട് ചെയ്യും. നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ മാതാപിതാക്കൾ പോയി ഹോസ്റ്റൽ കണ്ടുപിടിക്കും.
നല്ല ഹോസ്റ്റൽ തിരക്കി നോക്കും. അത് കഴിഞ്ഞ് മാതാപിതാക്കൾ കണ്ടുപിടിക്കുന്നത് നല്ല ഹോസ്പിറ്റലാണ്. അല്ലേ? കുഞ്ഞുങ്ങൾക്ക് അസുഖം വല്ലതും വന്നാൽ കൊണ്ടുപോയി കാണിക്കണ്ടേ ഹോസ്പിറ്റൽ. ഈ പിള്ളേർ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമുണ്ട്, നല്ല ഹോട്ടൽ, പള്ളി, ആരാധനാലയം. മാർത്തോമാ കുടുംബത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് ഞായറാഴ്ചയിൽ എവിടെ പോകുന്നു എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ കട തുറന്നു വെച്ചിരിക്കുക. അവരെവിടെയും പോകട്ടെ, അവരെങ്ങനെയും ആയിക്കൊള്ളട്ടെ. അതല്ല, ഞാൻ കിഴക്കൻ നാട്ടിൽ ജനിച്ചു വളർന്നവനാണ്. റാന്നി നാരായണമൊഴിയാണ് എൻ്റെ സ്വദേശം. ഇവിടെയും റബ്ബറുണ്ട്, അവിടെയും റബ്ബറുണ്ട്. ഞാൻ എൻ്റെ കൊച്ചുനാടൻ തൊട്ട് കണ്ടുവന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ നല്ല മഴ പെയ്യുമ്പോൾ, അടമഴ പെയ്യുമ്പോൾ, ഈ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയും മഴയാണ്. ഇനി ശനിയാഴ്ച മഴ പെയ്യത്തില്ല, ഞായറാഴ്ചയും മഴ പെയ്യത്തില്ല. ശനിയാഴ്ച വൈകിട്ട് മഴ പെയ്തില്ലെങ്കിൽ ഞായറാഴ്ച എന്തോ ചെയ്യാം? വെട്ടണോ വെട്ടണ്ടായോ? ഇതുകൊണ്ടാ ജീവിക്കുന്നത്. ഉപജീവനത്തിന്റെ മാർഗം ഇതുകൊണ്ടാ. കൃഷിക്കാരാ, ഇതുകൊണ്ടാ ജീവിക്കുന്നത്. എൻ്റെ കൊച്ചുപ്രായം തൊട്ട് കണ്ടു വന്ന കാര്യം എന്നാണെന്നറിയോ? അന്ന് കടയടയ്ക്കും, വേണ്ട. ഞാൻ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും, അന്ന് വെട്ടിയാൽ എന്നാ കുഴപ്പം? പരിസരങ്ങളിൽ പല ആളുകളും, ഒരേ പള്ളിയിലുള്ളവരും, അവർ റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ട്. അവർ വലിയ പാപികളാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ വേണ്ട. ഇവിടെ ഇന്ന് നമുക്ക് പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിക്കേണ്ടതാണ്. ഭക്തിയുടെ അടിത്തറ അവിടെ ഇട്ടു. പ്രസംഗമില്ലാത്ത, സന്ദേശമില്ലാത്ത സന്ദേശം ഹൃദയത്തിൽ കയറി. അതിൽ നിന്ന് പള്ളിയിലെ പുൾപ്പറ്റിൽ നിന്ന് കേൾക്കുന്ന സന്ദേശം കേൾക്കുന്നത് അടിസ്ഥാനം ആഴത്തിലുള്ള മുറിവിൽ നിന്നേ ഉണ്ടാവും. അടിസ്ഥാനം നഷ്ടത്തിൽ നിന്നേ ഉണ്ടാവൂ. അടിസ്ഥാനം കഷ്ടങ്ങളിൽ നിന്നേ ഉണ്ടാവൂ. അടിസ്ഥാനം ചില നൊമ്പരങ്ങളിൽ നിന്നേ ഉണ്ടാവൂ. അതിൽ ആത്മീയ ജീവിതം പണിതാൽ ബാക്കി മുന്നോട്ട് പണിതോളൂ. മാതാപിതാക്കളെ, ഞാനും ചോദിക്കട്ടെ, നമ്മുടെ കൊച്ചുമക്കൾ, നമ്മുടെ തലമുറകൾ നാം വിശുദ്ധ ദിവസത്തെ അലംഭാവത്തോടെ കാണുമോ? അതോ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളോ ഒരു ക്രൂസൈഡിനേക്കാൾ മഹത്വമുള്ളത് എന്താണെന്നറിയാമോ? റീലിങ്സിന് മുൻപിൽ വിശുദ്ധ കുർബാനയ്ക്ക് കുടുംബമായി വന്ന് മുട്ടുകുത്തി അവർ എഴുന്നേറ്റ് പോകുന്നത് എന്തൊരാധ്യാത്മിക ചൈതന്യത്തെ അനുഭവമാക്കുന്നതാണെന്നറിയാമോ? അവിടെ ഇല്ലാതാകുന്ന ഒന്നാണ് കമ്പോള സംസ്കാരം. ലുദിയ അതിൽ നിന്ന് മാറുകയാണ്. പുതിയ നിയമത്തിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ധനവാന്റെ ലാസറിന്റെയും ആ സംഭവം. അവിടെ പറഞ്ഞിരിക്കുന്നത് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് ലാസർ ഭക്ഷിക്കും. തിങ്ങി നിറഞ്ഞു നിൽക്കിയ വിഭവങ്ങൾ, അതിൽ നിന്ന് ഒന്ന് താഴെ വീണാൽ, മനസ്സോടല്ല, തിക്നെസ് കൊണ്ട്, വിഭവങ്ങൾ കൂടുന്നത് കൊണ്ട് പഴയത് താഴെ വീണാൽ ലാസറിന്റെ വയറ് നിറയും. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ധനവാനെന്ന് പറയുന്ന മനുഷ്യൻ വലിയൊരു ഡൈനിങ് ടേബിൾ മേടിച്ചാൽ, ധനാട്ടിനല്ലയോ, വിഭവങ്ങളുള്ളവനല്ലയോ, വലിയൊരു ഡൈനിങ് ടേബിൾ മേടിച്ചാൽ ലാസറിന്റെ പട്ടിണി കൂടുമോ കുറയുമോ? ഉത്തരം നമ്മളൊന്ന് പറയേണ്ടിയിരിക്കുന്നു. വിഭവങ്ങളുടെ വലിപ്പം നമുക്ക് ലഭിച്ചതുകൊണ്ട് ആത്മീയ ശുഷ്കമായ അനുഭവമാണോ, ആത്മീയ ദാരിദ്ര്യമാണോ, ആത്മീയമായ തകർച്ചയാണോ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ലാസറിന്റെ പട്ടിണിക്ക് പരിഹാരം വരുത്തുന്ന സംസ്കാരം സുവിശേഷ സംസ്കാരമാണ്, അല്ലാതെ ഉപഭോഗ സംസ്കാരമല്ല. അല്ല,
ഈ വചനമാണ് ലുദിയായുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയത്, രൂപാന്തരം ഉണ്ടാക്കിയത്, തീരുമാനങ്ങളിലേക്ക് അവളെ എത്തിച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. 15-ാമത്തെ വാക്യം, പ്രയാസമുള്ളവർക്ക് പിന്തുണ നൽകുന്ന ഭക്തി, പ്രലോഭനങ്ങളെ പ്രതിരോധിക്കുന്ന ഭക്തി, പ്രഘോഷണങ്ങളിൽ സജീവമായ ഭക്തി, പ്രയാസമുള്ളവർക്ക് പിന്തുണ നൽകുന്ന ഭക്തി. 15-ാമത്തെ വാക്യം, ഫിലിപ്പിയ പട്ടണത്തിൽ പൗലോസും കൂടെയുള്ളവരും എഴുത്തുകാരനായ ലൂക്കോസുമുണ്ട്, ശീലാസ്. അവർക്കാരുമില്ല, ആരുമില്ലാത്തവർക്ക് ലുദിയ ഇടം നൽകുകയാണ്. ഇതാണ് ഭക്തിയുടെ ജീവിതം. ഞാനും എൻ്റെ മക്കളും ഹല്ലേലൂയ സ്തോത്രം എന്നല്ല, ഞാനും എൻ്റെ കൂടെയുള്ള സമൂഹവും എൻ്റെ ചുറ്റുപാടുള്ളവരും, അവരെ വിട്ട് ഒരു ഭക്തിക്ക് സ്ഥാനമില്ല. സമൂഹത്തെ വെറുത്തോ വെറുപ്പിച്ചോ അവരെ അകറ്റിയോ ഭക്തിക്ക് സ്ഥാനമില്ല. സമൂഹത്തിലുള്ള എല്ലാവരെയും സ്വാധീനിക്കാൻ കഴിയുന്ന ദൈവഭക്തിയിൽ വളരുകയാണ് അഭികാമ്യം. എന്താ 15-ാമത്തെ വാക്യം? അവളുടെ ഭവനം തുറന്നു. ഇവളുടെ ഭവനത്തെ കുറിച്ചൊക്കെ VM മാത്തനച്ചൻ സൺഡേ സ്കൂൾ പുസ്തകത്തിൽ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. ആർഭാടരഹിതമായ മാനസാന്തരം. ആർഭാടമുള്ള വീടിൻ്റെ അകത്ത്, അലങ്കാരങ്ങളുള്ള വീടിൻ്റെ അകത്ത് ആർഭാടരഹിതമായ മാനസാന്തരം. വില കൂടിയ വസ്ത്രത്തിൻ്റെ ഗോഡൗണായ തൻ്റെ വീടിൻ്റെ അകത്ത് വിലയേറിയ വസ്ത്രം മുക്കാനുള്ള വിലയേറിയ ദ്രാവകം സൂക്ഷിക്കുന്ന തൻ്റെ വീടിൻ്റെ അകത്ത്, തൻ്റെ ഭവനത്തിൻ്റെ അകത്ത് അനേക ഉന്നതന്മാർക്ക് സൽക്കാരം കൊടുത്ത തൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ മുൻപിൽ ആരെ കൊണ്ടിരുത്തുന്നു? സാധാരണക്കാരായ ആളുകളെ. ആരുമില്ലാത്ത ആളുകൾക്ക് ഭവനത്തിൽ ഇടം കൊടുക്കുന്ന ഒരു ഭക്തി ഉണ്ടായിരുന്നു. വീടിനെ മനോഹരമാക്കുന്നത് വലിപ്പമല്ല, അലങ്കാരമല്ല, വീടിൻ്റെ അകത്തുള്ള ആളുകളുടെ മൂല്യങ്ങളാണ്, മൂല്യബോധങ്ങളാണ്, സംസാര രീതിയാണ്, ഇടപെടലുകളാണ്, ഇടപാടുകളാണ്, പ്രാർത്ഥനകളാണ്, ആരാധനകളാണ്. 15-ാമത്തെ വാക്യം നോക്കിക്കേ, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ലുദിയ അവരോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാ കേട്ടോ. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് എന്തോ തോന്നുന്നു. ആർക്കാ? പൗലോസിനോടും ശീലാസിനോടും പറയുക, നിങ്ങൾക്ക് എന്തോ തോന്നുന്നു. ഞാൻ വിശ്വസ്തതയുള്ളവളാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എൻ്റെ വീട്ടിൽ വരണേ കേട്ടോ. എത്ര ഭക്തിയുടെ ചില അടയാളപ്പെടുത്തലുകളാ. ഇവര് രണ്ടും ഒത്തിരി അന്തരമുണ്ട്. പൗലോസ് ആരാണെന്ന് ഈ സ്ത്രീക്ക് അറിയത്തില്ല, ഈ സ്ത്രീ ആരാണെന്ന് പൗലോസിനും അറിയത്തില്ല. അറിയാത്തിടത്ത് താൻ ആരാണെന്ന് അറിയിക്കുകയല്ല, അറിയുന്നിടത്ത് തൻ്റെ വലിപ്പത്തെ വലിപ്പപ്പെടുത്തി പറയുകയല്ല. അവളൊരു കാര്യം മനസ്സിലായി, ഇവര് ദൈവദാസന്മാരാ. ഞാൻ വിശ്വസ്തതയുള്ളവളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, അല്ലെ നിങ്ങൾ വരണമെന്നല്ല, നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ ഒന്ന് വരണേ. അതായത് വലിയ വീടും ധനവും സ്വാധീനമൊക്കെ ഉണ്ടെങ്കിലും വിനയത്തിൻ്റെയും വിധേയപ്പെടുത്തലിൻ്റെയും കീഴ്പ്പെടുത്തലിൻ്റെയും അടയാളപ്പെടുത്തലാണ് ഈ സ്ത്രീയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ സാക്ഷ്യം തന്നെ ആരാണെന്നുള്ളത് വലുതാക്കുകയാണ്. എന്നെ ഹീറോയാക്കാനാണ് എൻ്റെ അനുഭവ സാക്ഷ്യം പോലും ഞാൻ പറയുന്നത്. എന്നാൽ ഇവളെ സംബന്ധിച്ചിടത്തോളം അവളെ ഹീറോയാക്കാൻ അവൾ ഒന്നും പറയുന്നില്ല. ദൈവത്തിൻ്റെ വലിപ്പത്തെ അവൾ രുചിച്ചറിഞ്ഞതുകൊണ്ട് അവൾ എളിമപ്പെടുകയാണ്. വേറൊന്ന് അവൾ പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ? അപേക്ഷിക്കുകയാണ്. കണ്ടു 15-ാമത്തെ വാക്യം,
ആജ്ഞാപിക്കാൻ അധികാരം, സമ്പത്തുണ്ടും ആ സ്വാധീനം കൊണ്ടോ ബിസിനസ് കൊണ്ടോ ആൾബലം കൊണ്ടോ ആ പട്ടണത്തിലെ പ്രമുഖരായ ആളെന്നുള്ള നിലവാരത്തിൽ അധികാരമുള്ള ഒരു സ്ത്രീ അപേക്ഷിക്കുകയാണ്. ആരോടാ? തന്നേക്കാൾ സൗഭാഗ്യം കുറഞ്ഞവരോടുള്ള ബന്ധത്തിൽ. നമ്മുടെ ഭക്തിയുടെ പരിശുദ്ധതയും പരിമളവും സ്വാധീനവും അളക്കുന്നത് ഈ മേഖലയിലാണ്. നമ്മളെക്കാൾ സൗഭാഗ്യം കുറഞ്ഞവരുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, അവരുടെ സാന്നിധ്യം എൻ്റെ വീട്ടിൽ എത്രയുമുണ്ട്. അവരോടുള്ള എൻ്റെ ബന്ധം എന്താണ്? അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എൻ്റെ ഭാവം എന്താണ്? എൻ്റെ പ്രകടനം എന്താണ്? അകറ്റുകയാണോ അടുപ്പിക്കുകയാണോ? 16:40 നോക്കിക്കേ. അവിടെ വായിക്കുന്നതിനെന്നറിയോ? മുറിവേറ്റ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നു. പ്രിയപ്പെട്ട സാം അതിനെ കുറിച്ച് ഗാനശുശ്രൂഷയിൽ ഓർപ്പിച്ചല്ലോ. അവർക്ക് ഒത്തിരി മുറിവുണ്ട്. അവരെ പട്ടാളക്കാരടിച്ചതാണ്, ഉപദ്രവിച്ചതാണ്. ആഴത്തിലുള്ള മുറിവുണ്ട്. അവർക്ക് കാരാഗ്രഹത്തിൽ നിന്ന് വിടുതല കിട്ടി. ശ്രദ്ധിക്കണം, മുറിവിൽ നിന്ന് വിടുതല കിട്ടിയിട്ടില്ല. കാരാഗ്രഹം തുറന്നൊന്നല്ലാതെ മുറിവ് കരിഞ്ഞിട്ടില്ല. മുറിവിന്റെ ആഴത്തിന് ഒരൽപ്പം പരിഹാരം ഉണ്ടായിട്ടില്ല. പുറത്തു വന്നപ്പോൾ കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിൽ പോയി മുറിവ് കഴുകി. അങ്ങനെ എഴുതിയിരിക്കുന്നത്. മുറിവ് കഴുകിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ചൂണ്ടിക്കാണിക്കാൻ ഒറ്റ വീടേ ഉള്ളായിരുന്നു ആ ഫിലിപ്പിയ പട്ടണത്തിൽ. അവര് പറഞ്ഞു, നമുക്ക് പോകണം. ആരുടെ വീട്ടിൽ? ലൂദിയായുടെ വീട്ടിൽ. അല്പകാലത്തെ പരിചയം അവരുടെ ജീവിതത്തിൽ വളരെ അടുപ്പത്തെ കൊടുക്കാനിടയായി. അതായത് ഈ പരുവത്തിൽ, ഈ മുറിവേറ്റ പരുവത്തിൽ, ഈ ചോര ഒലിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പരുവത്തിൽ ഒരു വീട്ടിലും കയറ്റത്തില്ല. പക്ഷേ എൻ്റെ മുറിവിൻ്റെ വലിപ്പം മനസ്സിലാക്കി, എൻ്റെ വേദനയുടെ വലിപ്പം മനസ്സിലാക്കി, എൻ്റെ ദുരിതം മനസ്സിലാക്കി ചേർക്കാൻ കഴിയുന്ന ഒറ്റ വീടേ ഉള്ളൂ ഈ പട്ടണത്തിൽ. അത് ലൂദിയായുടെ വീടാണെന്ന് അവരെ അറിഞ്ഞു. ഈ കൺവെൻഷന്റെ അവസാന രാത്രി ഞാൻ ചലഞ്ച് ചെയ്ത് യോജിക്കട്ടെ. മുറിവേറ്റ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുള്ളപ്പോൾ പാരമ്പര്യവും പ്രൗഢിയും അനുഗ്രഹവുമുള്ള വിശ്വാസികളും ഭക്തരും എന്നുള്ള നിലവാരത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? അമ്മച്ചിയുടെ വീട്ടിൽ പോയാൽ, ഇന്ന അങ്കിളുടെ വീട്ടിൽ പോയാൽ, ഇന്ന അച്ഛൻ്റെ വീട്ടിൽ പോയാൽ അവിടെ എനിക്ക് ആശ്വാസം കിട്ടും. സാഹചര്യം കൂടെ മനസ്സിലാക്കണം. അത്ഭുതം നടന്ന സമയമാണ്. കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി. നാട്ടിലെല്ലാം ഈ സംഭവം അറിയാം. കാരാഗ്രഹം കുടുങ്ങി, തടവുകാര് പോയി. അത്ഭുതമല്ല, അത്യത്ഭുതമാ. അത് കാണാനാണോ ആളില്ലാത്തത്? ഇടിച്ച ആളുകളാ. ലൂദിയ പോയില്ല. പോയായിരുന്നെങ്കിൽ ഇവരെ കാണത്തില്ലായിരുന്നു. അത്ഭുതം നടക്കുന്നിടത്തോ, അത്ഭുതം നടന്ന സ്ഥലത്തോ പോയി കാണാനോ അവിടെ നിന്ന് സംതൃപ്തി ലഭിക്കാനോ സമയം കണ്ടെത്തുമ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് മുറിവേറ്റവരാണ്. മുറിവേറ്റവരാണ്. ആ മുറിവേറ്റവർക്ക് ഇടം കൊടുക്കാൻ കഴിയുന്ന ഒരു ഭക്തി ഈ ലൂദിയായുടെ ഭവനമായിരുന്നു. നാം ജീവിക്കുന്ന ലോകം ജയിച്ചവരുടെ ലോകമല്ല, തോറ്റവരുടെ ലോകം കൂടാ, മുറിവേറ്റവരുടെ ലോകം കൂടാ. ആ മുറിവേറ്റവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, നമ്മളെക്കാൾ വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു ഭക്തി നമുക്കുണ്ടായിരുന്നു. ഇന്ന് കൈവശം സംഭവിച്ചു. വേദനകൾ പറയാൻ വരുന്നവർ, ദുഃഖങ്ങൾ പറയാൻ വരുന്നവർ, വിഷമങ്ങൾ പറയാൻ വരുന്നവർ ഭവനത്തിൽ സ്ഥിരസാന്നിധ്യമായിരുന്നു. ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ അങ്ങനെ ഒരിടമുണ്ടോ? ക്ലോസ് ചെയ്യാൻ സമയമായല്ലോ. ഞാനൊന്ന് അവസാനിപ്പിക്കട്ടെ. ദൈവഭക്തി അത് പകരുന്നതാണ്, അത് പടരുന്നതാണ്, അത് പരിസരത്തിൽ സ്വാധീനം ചെലുത്തുന്നതാണ്. അതിലൂടെ തഴച്ചു വളരാൻ തക്കവണ്ണമുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം അടുത്ത തലമുറയ്ക്ക്. അത് നിൽക്കും.
പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിനെ തകർക്കാനുള്ള കരുത്ത് പ്രാപിക്കണം. പ്രഘോഷണങ്ങൾ കേൾക്കുമ്പോൾ അതിൽ സജീവമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. പ്രയാസങ്ങളുള്ളവർക്ക്, വേദനയുള്ളവർക്ക് ആശ്വാസവും വിശ്വാസവുമായി നമ്മുടെ ജീവിതം തീരണം. അവസാനത്തെ രാത്രിയല്ലേ, ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചു. ഈ ഭക്തി കൈമോശം സംഭവിച്ചാൽ കാപാടഭക്തിയുടെ അരങ്ങേറ്റമായിരിക്കും. ദൈവഭക്തിയെ കാത്ത് സൂക്ഷിച്ച് തലമുറയ്ക്ക് ശുദ്ധമായ ദൈവഭക്തി, ക്രൂശിൻ്റെ ഭക്തി പകർന്നു കൊടുക്കുവാൻ ഞാനിതാ കർത്താവേ എന്നെ സമർപ്പിക്കുന്നെന്നല്ലേ നമുക്ക് ഇന്ന് രാത്രി പറയേണ്ടത്. നാളെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ഓട്ടർ കോൾ തരട്ടെ. ശാന്തമായി എഴുന്നേൽക്കാം ദൈവസന്നിധിയിൽ. കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രലോഭനങ്ങളെ അതിജീവിച്ച് മുന്നേറാനുള്ള കരുത്ത് എനിക്ക് തരണമേ. തമ്പുരാനോടൊന്ന് പ്രാർത്ഥിച്ച് മനസ്സിരുത്തി. കാര്യസാധ്യത്തിന് ഒരിടവും ഞാൻ അന്വേഷിക്കുകയില്ല. എൻ്റെ കർത്താവിനെ നടത്തിയാൽ മതി. ദൈവവചനം ശ്രദ്ധയോടെ കേട്ട് അതിന് കീഴ്പ്പെടാൻ, എൻ്റെ പഴയ സംസ്കാരത്തിലേക്ക്, സുവിശേഷ സംസ്കാരത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോകാൻ, മുറിവേറ്റവരുടെ, തകർന്നവരുടെ തോളെ കൈയിട്ട് ചേർത്തു പിടിക്കാൻ. വല്യപ്പച്ചൻ്റെ കാലത്ത് വേദനയിൽ വന്ന് കരഞ്ഞവരുണ്ട് വാതിക്കലിരുന്ന്. അവരെ ചേർത്തു പിടിച്ചതുകൊണ്ട് അവർ തകർന്നില്ല. മക്കളുടെ കാലത്ത് നൊമ്പരങ്ങൾ പങ്കുവെക്കുന്നിടമായി ഒത്തിരി പേരെ പ്രസംഗമില്ലാതെ ഈ ലോകത്തിൽ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചവരാ നമ്മുടെ അപ്പന്മാരും അമ്മമാരും. അതിന് ഈ സന്ധ്യ, ഈ രാത്രി 101ാമത് കൺവെൻഷൻ്റെ സമാപന രാത്രി ഞാനും എൻ്റെ കുടുംബവും യഥാർത്ഥ ദൈവഭക്തിയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് മൗനമായി നിൽക്കുന്ന നിപ്പിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക.